വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ക്രിസ്തീയത തെളിയിക്കപ്പെടേണ്ടത് ശുശ്രൂഷയിലൂടെയാകണം. തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇനിയും വിജയപ്രദമായ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു ആശയം എത്തിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖം യേശുവിന്റെ മനസ്സിൽ തളം കെട്ടി നിന്നിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ. ആ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആധികാരികത നേടേണ്ടത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് ആധികാരികത നേടേണ്ടത് എന്നുള്ളതായിരുന്നു ആ യാഥാർത്ഥ്യം. ഈ ആശയം തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുടനീളം സ്വാധീനം ചെലുത്തത്തക്ക വിധത്തിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമായി തീരണം എന്നുള്ളത് യേശുവിന്റെ ആഗ്രഹമായിരുന്നു. പല ശ്രമങ്ങളും ഇതിനകം അതിനുവേണ്ടി നടത്തിയെന്ന് വരികിലും അതൊന്നും ഫലപ്രദമാകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് യേശു തന്റെ ഈ ലോക ജീവിതം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. താൻ തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയം സമാഗതമായി കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സഹവാസ വിടവാങ്ങൽ സമ്മേളനത്തിനായിട്ട് യേശു തയ്യാറെടുപ്പ് നടത്തുകയാണ്.
ആ സഹവാസ സമ്മേളനം ഒരു അത്താഴ വിരുന്നിന്റെ പശ്ചാത്തലത്തിലോടുകൂടിയാണ് സംവിധാനം ചെയ്തത്. ആ അത്താഴ വിരുന്നിനെ പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടാൻ ഇടവന്നത് ഒടുക്കത്തെ അത്താഴം എന്ന രീതിയിലായിരുന്നു. ആ അത്താഴത്തിൽ സംബന്ധിച്ചിരുന്ന യേശു ആ അത്താഴ വിരുന്നിൽ ചില നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് തന്റെ ഉള്ളിൽ സന്നിവേശിച്ചിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ആശയം അവസാനമായിട്ട് എന്ന വിധത്തിൽ തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ യേശു ശ്രമിക്കുന്നത്. യേശു തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു, മേലങ്കി മാറ്റുന്നു, അരയിൽ ഒരു കച്ച മുറുക്കുന്നു, താലത്തിൽ വെള്ളമെടുത്തുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ പാദത്തിങ്കൽ ചെന്ന് മുട്ടു പൊട്ടുന്നു, ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകുന്നു, തുടയ്ക്കുന്നു, അവ ചുംബിക്കുന്നു സ്നേഹത്തോടുകൂടെ. ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ പക്കലേക്ക് യേശു ചെന്ന് മുട്ടുകുത്തി നിൽക്കുന്ന അവസരത്തിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ പത്രോസ് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ യേശു ആ എതിർപ്പുകളെ നിർവീര്യമാക്കാൻ ഇടവരുന്നു. അങ്ങനെ എല്ലാവരുടെയും പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചതിനു ശേഷം യേശു വീണ്ടും മേലങ്കി ധരിക്കുന്നു. ഔപചാരികമായ രീതിയിൽ തന്റേതായിട്ടുള്ള ഇരിപ്പിടത്തിൽ ആസനസ്ഥനാകുന്നു. എല്ലാവരോടുമായിട്ട് പറയുന്നു, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു എന്ന് വരികിൽ നിങ്ങൾ പരസ്പരം ഇത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. പാദങ്ങൾ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രതീകാത്മകമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അവരെ എന്തുമാത്രം ശുശ്രൂഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമാകാൻ ഇടവരുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മാതൃകയായിട്ട് ഇത് എക്കാലവും സ്മരിക്കപ്പെടണം. ഇതായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ ഒടുക്കത്തെ അത്താഴ വിരുന്നിൽ വെച്ച് നൽകിയ നിർണായകമായിട്ടുള്ള സന്ദേശം എന്ന് നമുക്ക് കാണാനാകും.